ഹലോ, നമസ്കാരം കേട്ടാ. അങ്ങനെ 25 ലക്ഷം കൊണ്ട് കളഞ്ഞതിന് ശേഷം നമ്മൾ 2 വർഷം നമ്മളൊന്ന് ഇരുന്നു. കാരണം എന്താ വെച്ചാൽ ആ 25 ലക്ഷത്തിന്റെ ബാധ്യത മുഴുവൻ കൊടുത്തു തീർത്തേക്ക് ആ സമയത്താ. അപ്പൊ ആ ബാധ്യത മുഴുവൻ നമ്മൾ കൊടുത്ത് അവസാനിപ്പിച്ചപ്പോ വീണ്ടും നമുക്ക് മോഹോദിച്ചു. വീട് മേടിക്കണം, നമുക്ക് ഇങ്ങനെ ഇരുന്ന പോരാ. അപ്പോ വീണ്ടും ഞാൻ അന്വേഷണങ്ങളും കാര്യങ്ങളിലേക്ക് ഇങ്ങനെ തുടങ്ങി. അപ്പൊ ആ സമയത്ത് എന്റെ നാട്ടിൽ നിന്ന് മമ്മി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ വേണ്ട, നിനക്ക് പറ്റണ ഒരു പണിയാൻ തോന്നുന്നില്ലത്, അത് വിട്ടേക്കെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ അടുത്ത് ഭാര്യ പറഞ്ഞു, ഇച്ചായന് ഇഷ്ടമുള്ള പോലെ ചെയ്തോ, നമ്മള് കൂടിയുണ്ട് എന്നുള്ളല്ലേ. അങ്ങനെ ഞാന് സംഭവം മുന്നോട്ട് അങ്ങനെ വിടുത്തു. അപ്പോ ഞാൻ അങ്ങനെ കുറെ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോ എന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്നൊരു തോന്നി, പുതിയൊരു പ്രൊജക്ടിന് കൊടുക്കാം, അതാകുമ്പോൾ നമുക്ക് കുറച്ച് സാവകാശം കിട്ടും. മറ്റേത് പറഞ്ഞാൽ നമ്മൾ അടുക്കുന്ന 3 മാസം കൊണ്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്യണം, അങ്ങനെയൊക്കെ. ഇതാകുമ്പോൾ കുറച്ച് സമയം നമുക്ക് സാവകാശം കിട്ടില്ലോ. അപ്പൊ ആ ഒരു പ്ലാനിൽ എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചു. നമ്മളിങ്ങനെ ന്യൂ പ്രൊജക്ട് പറഞ്ഞാൽ നമ്മൾ കാണാൻ വേണ്ടി വന്നു. നമ്മൾ ഈ പഴയ വീട് കൊടുക്കണ പോലെ തന്നെ നമ്മൾ പ്രൊപ്പോസൽ കൊടുക്കും അവർക്ക്. അവർ റേറ്റ് പറയും, എന്നാലും നമ്മളത് ഓഫർ പോലെ കൊടുക്കണം. നമ്മൾ ഓഫർ കൊടുത്തു കഴിഞ്ഞപ്പോ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി, ആ സാധനം അവർ റിജക്ട് ചെയ്തു. അതിന്റെ കൂടിയ വിലക്ക് അവർക്ക് സാധനം വിറ്റ് പോവാണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു, ഓക്കെ, അപ്പൊ എനിക്കൊരു ടാർജറ്റ് ഉണ്ട്, ഇത്ര $1,00,000 അത് വിട്ട് ഞാൻ ഇതിന് ചെലവാക്കില്ല എന്നുള്ളത്. അപ്പോ അങ്ങനെ പോയി. പിന്നെ ആ ജനുവരിക്ക് സമയത്ത് കൊറോണ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാനഡയിൽ ഇങ്ങനെ എന്താ പറയാ അടിച്ചു തുടങ്ങി. ആ ഒരു വേവ് തുടങ്ങിയ സമയത്ത് ഇതേമാതിരി എന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ, ഒരു 2 ലോട്ട് കിട്ടിയിട്ടുണ്ട്, പുതിയ സാധനമാണ്, പടയ്ക്കാൻ തയ്യാറാണെന്ന് വെച്ചാൽ നാളെ നീ DD എടുത്തിട്ട് നേരെ പോന്നോ എന്ന് പറയണം. നമ്മൾ പെട്ടെന്ന് DD ഇപ്പൊ എവിടെ എടുക്കാനാ? ഓക്കെ, എന്നാ DD എടുക്കണ്ട, നിനക്ക് വരാൻ പറ്റുമോ, സാധനം നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ നോക്കി, നമുക്ക് നോക്കണമെന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ ഞാൻ ടൊറന്റോന്ന് നമ്മൾ നേരെ ലണ്ടൻ, ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ചെല്ലാണ്. അവിടെ ചെന്നപ്പോ പക്ക തരിശ് ഭൂമി, ഒന്നുമില്ല, ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ നടുക്ക് ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു അസ്ഥികൂടം പോലെ. പറഞ്ഞു അതാണ് എന്ന് പറഞ്ഞു. ചോദിച്ചാൽ അതാണോ വീട്? വീടതല്ല, ലോട്ട് ഇവിടെയാണ്, ആ വീടും കൂടെ പണിയാൻ പോണേന്ന് പറഞ്ഞിട്ട് അസ്ഥികൂടം ഞങ്ങൾ കയറി കണ്ടു. ഓക്കെ, നമുക്ക് ആ സമയത്ത് നമുക്ക് ഒന്നും പിടുത്തം കിട്ടില്ല. എന്നാലും 4 ബെഡ്റൂം, പിന്നെ 3 വാഷ്റൂം, പിന്നെ താഴത്ത് വാഷ്റൂം, എനിക്കായിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞു. ഒരുമാതിരിക്ക് നമുക്ക് മനസ്സിലായി സ്ട്രക്ചർ കണ്ടപ്പോ വലിയ കുഴപ്പമില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യേണ്ടത് വെച്ചപ്പോ പേയ്മെന്റ് നമ്മൾ ഫസ്റ്റ് കൊടുക്കണം, 10 രൂപ കൊടുക്കണം, പിന്നെ വീണ്ടും ഒരു 10, പിന്നെ 20, അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അങ്ങനെ ഇപ്പൊ ഒരു 6 മാസം കൊണ്ട് 60,000 അല്ലെങ്കിൽ 80,000 വാട്ടർ കൊടുക്കണം, ആണ് കണ്ടീഷൻ. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയാ, ഞാൻ ബാങ്കിൽ പോയി DD എടുത്ത് വന്ന് ഓഫീസിലൊന്നുമില്ല, ഈ ബിൽഡറുടെ ഒരു വണ്ടിയുണ്ട്, ആ വണ്ടിയെ ഫുഡുമേ ബോണറ്റുമേ വെച്ചിട്ട് നമ്മള് ഒപ്പിട്ടിട്ട് കൈയോടെ തന്നെ സാധനം അങ്ങോട്ട് കൊടുക്കാണ്. അപ്പൊ ഞാനന്ന് ചോദിച്ചു എന്റെ കൂട്ടുകാരനോട്, ഇടാ, ഈ സാധനം എനിക്ക് വീട് മോർഗേജ് പാസ്സായി ക്ലോസ് ചെയ്ത് തരില്ലേ? തന്നില്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ചൂടുവെള്ളത്തിൽ വീണ് പറ്റിയിരിക്കാന്ന് അറിയാലോ. അപ്പൊ അവൻ പറഞ്ഞു, ധൈര്യമായിട്ടിരുന്നോ, നിനക്ക് പാസ്സായില്ലെങ്കിൽ ഞാൻ ഈ സാധനം എടുത്തിട്ട് നിനക്ക് തരും, ധൈര്യമായിട്ടിരുന്നോ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു വാക്കും പുറത്ത് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവാണ്ടായത്. അപ്പോ അവിടെ തീർന്നിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം വന്നതെന്ന് വെച്ചെങ്കില്, ജനുവരിയിൽ നമ്മൾ പൈസ കൊടുക്കുന്നു, നമുക്ക് പിറ്റത്തെ സെപ്റ്റംബർ ഒക്ടോബറിൽ തരാന്ന് പറഞ്ഞ വീട് പിറ്റത്തെ മാർച്ചിൽ നമുക്ക് തരണേ. അതെന്താ കാരണം എന്ന് വെച്ചെങ്കില്, കൊറോണ ഗ്രാൻഡായിട്ട് അടിച്ചു, ലോക്ക്ഡൌൺ ആയി, മരം കിട്ടാനില്ല, പ്രശ്നങ്ങളായി, ഒരുപാട് ബിൽഡർമാര് ബാങ്ക്രപ്സി അടിച്ച് കളം കാലിയേക്ക്. സംഭവം ഇവരിങ്ങനെ പാപ്പിരാശി അടിച്ചു കഴിഞ്ഞാൽ ഇവർ ഇൻഷുറൻസ് ചെയ്ത് നമുക്ക് പൈസ കിട്ടും. പക്ഷെ ഇതിന് സമയം നമുക്ക് കുറച്ച് പിടിക്കും. അപ്പൊ നമ്മുടെ ഫണ്ട് അവിടെ ബ്ലോക്ക് ആവും. അപ്പോ ഈ വക പ്രശ്നങ്ങൾ വന്നു. കുറെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറെ നമ്മള് പണിയണേന്റെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ബിൽഡർമാരേക്കും വിട്ടുപോയി. ഞാൻ വിചാരിച്ചു ഇയാളും ഇവിടെ കാശ് പോയി, കർത്താവ് വീണ്ടും ഇത്. അപ്പൊ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഇതും കൂടി പോയാ ഇനി ജെയ്സൺ പൊങ്ങൂല. കാരണം ഒരു പരിധിയിലേ നമുക്ക് കാശ് കൊണ്ട് കളയണേന്, ഇതും കൂടി ഇല്ലേ ഇങ്ങനെ കഴിഞ്ഞു എന്ന് പറയണേ. പക്ഷെ ഭാഗ്യത്തിന് ഒരു കുഴപ്പമുണ്ടായില്ല. ആ ബിൽഡർ പണി നടന്നു. പിന്നെ ഞാൻ ഈ സംഭവം അറിയാലോ, നമ്മളവിടെ അങ്ങനെ പബ്ലിസിറ്റി കൊടുത്ത് ഞാനില്ല. കാരണം ഒരു പ്രാവശ്യം നമ്മളൊരു നാണം കെട്ട പോലെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോ എല്ലാ ആഴ്ച എന്ന് പറഞ്ഞ മാതിരി ഞാൻ ഈ ടൊറന്റോന്ന് സ്കാർബോയിൽ വരും. ഞങ്ങളുടെ ആ പ്ലോട്ടിന്റെ അവിടെ ചുറ്റും ഞാനും എന്റെ ഭാര്യയും കൂടി ഒന്ന് നടക്കും. നടക്കുമ്പോ ഒന്ന് പ്രാർത്ഥിക്കും. പിന്നെ ആ വീടിന്റെ ഓരോ സ്റ്റേജ് എങ്ങനെയൊക്കെയാണ് പണിയണേന്നുള്ളത് എല്ലാ ആഴ്ചയും ഞങ്ങൾ വന്ന്
ഞങ്ങൾ നോക്കിയിട്ട് പോവായിരുന്നു. ബിൽഡർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, ആള് കടന്ന് നമുക്ക് കാണാനൊക്കെ പറ്റും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബിൽഡർ വിളിച്ചിട്ട് പറഞ്ഞ ഇതിന്റെ ഓരോ സാധനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് വീടിന്റെ പെയിന്റിന്റെ കളർ തൊട്ട് ബ്രിക്കിന്റെ കളർ തൊട്ട് നമ്മുടെ കംപ്ലീറ്റ് നമ്മളാണ് തീരുമാനിക്കുന്നത് ഏതാ വേണ്ടതെന്നുള്ളത്. അപ്പൊ ഒരു 4 ടൈപ്പ് അല്ലെങ്കിൽ 5 ടൈപ്പ് അവരോട് വെക്കും. പിന്നെ ബാക്കിയുള്ളത് ഒരു അപ്ഗ്രേഡ് ചെയ്യണ രീതിയിൽ പറയും. അപ്പോ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാനിപ്പോ ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര പൈസയാവും. പക്ഷെ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് നാണം കിട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യണ സാധനം കുറച്ചൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് കഴിയാവുന്ന മാതിരി നമ്മൾ ആ വീടിനെ നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് നമ്മളത് എടുത്തത്. അപ്പൊ പിന്നെ എല്ലാ സാധനങ്ങളും ഇപ്പോ നമ്മുടെ ഐലൻഡ് ആയിക്കോട്ടെ, നമ്മുടെ ഫ്ലോറിങ്ങിന്റെ കളറ്, എല്ലാ സാധനവും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചെങ്കിൽ ഞാൻ ഇത് ഭാര്യയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കാരണം എനിക്ക് ഈ വക കളർ കോമ്പിനേഷൻ പെട്ടെന്നൊന്നും അങ്ങനെ വരില്ല. അപ്പൊ ഇവരാണെങ്കിൽ ഒരുപാട് വീടുകളിൽ കണ്ടിട്ടും പിടിച്ചിട്ട് നല്ല ധാരണയുണ്ടാവും. അപ്പൊ പിന്നെ മെയിൻ കാര്യം വെച്ചാൽ ഈ കിച്ചൺ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത് ഇവരാ. നമ്മളേക്കും വല്ലപ്പോഴേക്കും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഫോൺ അടിച്ച് പോവാന്നല്ലാണ്ട് അവിടെ നിന്ന് പെരുമാറില്ലല്ലോ. അപ്പോ ഇവരാണ് അതിനകത്ത് പെരുമാറണത്. അതിന്റെ പേരില് അവരെന്നെ സെലക്ട് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ചാവോളത് പറഞ്ഞു നടക്കുന്നു. അപ്പൊ അത് വേണ്ടല്ലോ, അതിന്റെ പേരില് അതാണ് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ നമ്മള് എന്താ പറയാ, വളരെ ഗംഭീരമായിട്ട് പണി ഇങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ആ സമയത്ത് ഏറ്റവും വലിയ കൺസ്ട്രെയിൻ എന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇപ്പോ 10,000 രൂപ ഫസ്റ്റ് കൊടുക്കണം, ഡോളർ ഫസ്റ്റ് കൊടുത്തു. പിറ്റത്തെ 30 ദിവസം ആകുമ്പോഴേക്കും അടുത്ത 10 കൊടുക്കണം. പിറ്റത്തെ 45 ദിവസം അങ്ങനെ ആകുമ്പോഴേക്കും അടുത്ത 20 കൊടുക്കണം. പിന്നെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാശ് കൊടുക്കണം നമുക്ക്. അപ്പൊ ഇത് എന്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വല്ല ലോൺ എടുത്തിട്ടും പൈസ അടയ്ക്കണം എന്നുണ്ട്. പക്ഷെ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ മാതിരി ഊർവശ ശാപം ഉപകാരം എന്ന് പറയില്ലേ എന്ന് പറയണ പോലെ കൊറോണ കയറി കണ്ടിച്ചപ്പോ വെച്ചാൽ ഞങ്ങളുടെ കമ്പനിയിൽ ഫുള്ള് വെള്ളക്കാരാ, പോളണ്ടുകാരും അറിയാലോ. അപ്പോ ഇവര് ഈ കൊറോണ പകുതി എണ്ണം വാക്സിൻ എടുത്തിട്ടില്ല. ഒരു വാക്സിന് എതിരാണ് അവര്. അപ്പൊ ആന്റി വാക്സിൻ ടീമാണ് അവര്. അപ്പൊ അവര് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നൈസായിട്ട് ജോലിക്കാ വരില്ല. അപ്പൊ നമുക്ക് ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചെങ്കില് 5 ദിവസവും മൺഡേ ടു ഫ്രൈഡേ റോട്ടിൽ ഒരാളില്ല, വെച്ചടിക്കാണ്. കാരണം ഞങ്ങള് കമ്പനി കൊണ്ടുവരുന്ന കംപ്ലീറ്റ് ഫുഡ് ഷെഫായിരുന്നു. അപ്പോ കൊറോണ സമയത്ത് ഇവരൊക്കെ കയറിയിരുന്ന കാരണം കൊണ്ട് നമുക്ക് നന്നായിട്ട് ഓട്ടം കിട്ടി. ആഴ്ചയിൽ 5 ദിവസവും നിന്ന് തിരിയാൻ സമയമില്ല എന്ന് പറഞ്ഞ മാതിരി വെച്ചടിക്കായിരുന്നു നമ്മള്. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളേക്ക് നമുക്ക് കുറേയൊക്കെ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി. അപ്പോ അത് വലിയ അനുഗ്രഹം. പക്ഷെ അതിനൊപ്പം വലിയ റിസ്ക് ഉണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ കൊറോണയാണ്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ കൊറോണ പിടിക്കും. ഒരുമാതിരി എല്ലാവരും അകത്ത് കയറിയിരിക്കുകയാണ്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന അറിയാലോ, വീട്ടിലത്തെ വാഷ്റൂമുകളും കാര്യങ്ങളൊന്നും അല്ല ഉപയോഗിക്കുന്നത്. പബ്ലിക്കായിട്ടുള്ള എന്താ പറയാ ഷവറ്, പിന്നെ ശൗചാലയവും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവര് സാനിറ്റൈസ് ചെയ്യുന്നു, അവര് ടേപ്പ് ഒട്ടിക്കുന്നു കാണിക്കുന്നുണ്ടെങ്കിലും എത്രത്തോളം ഇത് അവർ സത്യസന്ധമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷെ അതൊക്കെയും വിശ്വസിച്ച് ഇതേമാതിരി തൊട്ടനും പിടിച്ചനക്കും ഈ സാനിറ്റൈസറും തോണ്ടി പിടിച്ച് ഇങ്ങനെ പറയാ ഡിപ്രഷൻ അടിച്ചോണ്ട് വണ്ടി ഓടിക്കാന്ന് പറയില്ലേ. അതായത് റോട്ടിലൊന്നും ആരും ഇല്ല, നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാല് ഇങ്ങനെ എന്താ പറയാ ആരുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണ്. ഇടയ്ക്ക് പോലീസ് പിടിക്കും. നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ പോലീസ് പിടിക്കും. അപ്പൊ ആ സമയത്ത് കമ്പനിയിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്, ഇത് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഓക്കെ പോക്കോളാൻ പറയും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പോയി 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 ഈ വീട് നമുക്ക് അങ്ങനെ ഈ സംഭവം നമുക്ക് എല്ലാം ദൈവം സഹായിച്ച് അത് ക്ലോസ് ആയി. സാധാരണ നിലയ്ക്ക് നമ്മൾ ഇവർ ഓഫീസിൽ പോയിട്ട് താക്കോല് മേടിക്കാൻ പിടിക്കുകയാണ്. അന്ന് ഫുള്ള് ലോക്ക്ഡൌൺ ആയതിന്റെ പേരില് ഈ വീട് പണി കഴിഞ്ഞിട്ട് ഗ്യാരേജിന്റെ ഉള്ളില് താക്കോല് വെച്ചു ബിൽഡർ. എന്നിട്ട് ഈ നമ്പർ എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു ഈ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഗ്യാരേജ് തുറക്കും, ഇന്ന സ്ഥലത്ത് താക്കോല് ഇരിപ്പുണ്ട്, എടുത്തിട്ട് കയറിക്കോളാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ കണ്ട എമൗണ്ട് കൊടുത്തിട്ട് ഒരു വീട് മേടിച്ചിട്ട് വളരെ സന്തോഷമായിട്ട് അങ്ങോട്ട് കയറാൻ ചെല്ലുമ്പോ അവര് പറയണ് ഞങ്ങൾക്ക് നിങ്ങളെ അങ്ങനെ ലോക്ക്ഡൌൺ ആയതിന്റെ പേരിൽ പറ്റില്ല, അതുകൊണ്ട് നിങ്ങള് താക്കോലേക്കും ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്, നമ്പർ തുറന്നു കൊടുത്ത് കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ആചാരം അനുസരിച്ച് നിങ്ങൾ നമുക്ക് താക്കോല് തരാന്നൊക്കെയാണ്, എന്താ ചെയ്യാനിപ്പോ ഉള്ള പോലെ നടക്കട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു. പിന്നെ ഞങ്ങൾ അന്ന് ചെയ്തത് എന്താ വെച്ചെങ്കില് ഇപ്പൊ ചാടി കയറിയിട്ട് എല്ലാവരും വീട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പയ്ക്കാൻ വേഗം പെട്ടെന്ന് താമസം മാറി പോണ ഒരു അവസ്ഥ ഉണ്ടാവും. നമ്മളത് ചെയ്തില്ല. നമ്മൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഈ സ്കാർബ്രോന്ന് ഇവിടേക്ക് എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞ മാതിരി വരും. അവിടെ നിന്ന് പോരുമ്പോ വണ്ടിയില് നമ്മുടെ നിസാനില് ഇപ്പൊ നമ്മുടെ നാശയ വണ്ടി ഉണ്ടല്ലോ, അതില് പറ്റാവുന്ന സാധനങ്ങൾ മുഴുവൻ കുത്തി കയറ്റി വെച്ചിട്ട് ഞങ്ങള് ഇവിടെ വരും, കുറെ സാധനങ്ങൾ അറേഞ്ച് ചെയ്യും. അങ്ങനെ അറേഞ്ച് ചെയ്ത് 1 മാസം എടുത്തിട്ടാണ് ശരിക്കും ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്തത്.
അപ്പോ അത്രയും മാത്രം നമ്മള് ഇത് ചെയ്തു. ഞാൻ അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചെങ്കില്, നോർമൽ ലെവലില് എന്റെ മമ്മിക്ക് ഒരു കാര്യം മോനെ അത് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അത് തിരിഞ്ഞു നോക്കില്ല. പക്ഷെ ഞാന് ആ പ്ലോട്ടിൽ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്, ഇത് നടക്കും, ഇത് പ്രശ്നം ഉണ്ടാവില്ല, ഇത് നമുക്കുള്ളതാണ്. അതിങ്ങനെ ഇങ്ങനെ എന്താ പറയാ, ആരോ ഉള്ളിലിരുന്ന് പറയാന്ന് പറയില്ലേ, ഒരു പക്ഷെ ഇത്രയും കാര്യങ്ങളൊക്കെ അനുഭവിച്ച കാരണം കൊണ്ടായിരിക്കാം, മുന്നുണ്ടായ തിക്താനുഭവങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം ദയവായിട്ട് തന്നെ മോനെ അത് എടുത്തോന്ന് പറഞ്ഞതാ. ഇനി ഈ ലണ്ടനിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാല്, ലണ്ടൻ എന്ന് പറഞ്ഞ സിറ്റി ഞാനൊരു ഇപ്പൊ പറഞ്ഞ ഏകദേശം 8-9 കൊല്ലം മുമ്പ് ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞ തനി പട്ടികാടാണ്. ഓണം കയറാൻ മൂലാന്നിക്ക് നമ്മൾ പറയുന്ന സാധനമാണ് ഒരു 9 കൊല്ലം മുമ്പേക്കും ഈ പറഞ്ഞ ലണ്ടൻ എന്ന് പറഞ്ഞ സിറ്റി. ഞാൻ ഈ കഴിഞ്ഞ 4 കൊല്ലം മുമ്പ് വീട് ബുക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയിന്ന്. ഈ സാധനം ഇതെന്ത് ഇങ്ങനെ മാറിയെന്ന് വെച്ചിട്ട്, എടുത്താ പിടിച്ചോന്നും പറഞ്ഞ ഈ സാധനം സിറ്റിയുടെ ഡെവലപ്മെന്റ്. അപ്പൊ അന്ന് എന്റെ കുറെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ 8 കൊല്ലം മുമ്പ് വന്നപ്പോ അവർ ഹൗസ് വാമിനേക്ക് ഞാൻ വരുന്ന സമയത്ത് അവര് പറയും, ജയ്സ ഇവിടെ നോക്കിക്കൂടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചിട്ട് പറയും, എന്റെ പൊന്നെണ്ണ, ആരെങ്കിലും ഇവിടെ വന്ന് വീട് മേടിക്കുമെന്ന് ചോദിക്കും. വലിയ സ്റ്റൈല് നമ്മള് ടൊറന്റോയിൽ അല്ലെങ്കിൽ ആ GTA പരിസരത്തെ മേടിക്കുള്ളൂ, ഇതൊക്കെ നമുക്ക് പറ്റുന്ന പരിപാടിയില്ലാന്ന് പറഞ്ഞു. ഇതൊക്കെ ഇവരൊക്കെ മുമ്പിലേ ഞാൻ നാണം കെട്ടിട്ട് വന്നതുള്ളതാ. എന്നെ കാണുന്നവരേക്ക് ചോദിക്കും, എന്താ മോനെ പോന്നെ, അവിടെ ഇന്നസെന്റ് മറ്റേ കിലുക്കത്തില് പറയില്ലേ, എന്താണ് എനിക്ക് ഓർമ്മയില്ല, അത് പറഞ്ഞ വരി നിൽക്കേണ്ട അവസ്ഥയായി. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു അന്ന് വന്നപ്പോ ഇങ്ങനെയായിരുന്നു, അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നിയത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയപ്പോ നല്ല, എല്ലാം കൊണ്ടും നല്ല ഡെവലപ്പ് ചെയ്ത സൂപ്പർ സ്ഥലം. അപ്പൊ നമ്മൾ പോന്നു. അപ്പൊ അന്ന് പറഞ്ഞതിന് ഞാൻ ഖേദിക്കുന്നു. തെറ്റ് പറ്റി നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റി പറയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മനസ്സിലായി. അത് അന്നായാലും ഇന്നായാലും എപ്പോഴെങ്കിലും തന്നെയാണ്. പക്ഷെ തെറ്റ് പറ്റി എനിക്ക് തോന്നണട്ടാ. അപ്പോ പറഞ്ഞു ഇത്രേ ഉള്ളൂ, നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇതൊക്കെ നടക്കും. അപ്പോ നമുക്ക് വീണ്ടും മറ്റൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. കഥയല്ല, സോറി, ഇതെന്റെ ജീവിതാനുഭവം തന്നെയാട്ടാ. പലരും പറയുന്നുണ്ട് ട്രക്കൊക്കെ ഓടിച്ച് രാത്രിയാകുമ്പോ ഒരു കഥ പറയാ, എന്നിട്ട് ആ നായകനെ എന്നിട്ടാ ആ നായകൻ എന്നെ വിളിച്ചു എന്ന് പറയാ, അപ്പൊ ശരിയായിന്ന്. ഇതിപ്പോ ആരും അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല, സ്വന്തമാണ്. കൈപ്പണിയാ കൈപ്പണി, മനസ്സിലായില്ലേ? എന്നാ പിന്നെ കാണാന്നാ. ഓക്കെ, ഗുഡ് നൈറ്റ്.